ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാം. അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് എന്ത് വന്നു കഴിഞ്ഞാലും അതിന് എഴുതാൻ പറ്റിയ ഒരു ഷോർട്ടായ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയി നോക്കാം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ. ഇത് എഴുതിയത് ആരാണ്? പ്രഭാത് കുമാർ മുഖോപാധ്യായാണ്. ഗുപ്ത വാസ് എൻ ഇന്ത്യൻ ലിവിങ് ഇൻ ലണ്ടൻ. അതായത് ഗുപ്ത എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. വൺ ഡേ ഹി മീറ്റ് മാഗി ഇൻ എ റെസ്റ്റോറൻറ്റ്സ് ഓർ ഹോട്ടൽ. അങ്ങനെ ഒരു ദിവസം എന്താണ് ഗുപ്ത മാഗി എന്നൊരു ലേഡിയെ കണ്ടുമുട്ടാണ്. ഷി വാസ് വർക്കിംഗ് എസ് എ ടൈപ്പിസ്റ്റ്. അവൾ എന്താണ് ടൈപ്പിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷി വാസ് ഫ്രം എ പുവർ ഫാമിലി. അവളുടെ ഫാമിലി വളരെ പാവപ്പെട്ട ഫാമിലിയായിരുന്നു. ഹെർ ബ്രദർ ഫ്രാങ്ക് ഈസ് എ സോൾജർ ഇൻ ഇന്ത്യ. അതായത് മാഗിക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ സോൾജിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷി ഹേർഡ് ദാറ്റ് ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ടൈഗേഴ്സ്, സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. അങ്ങനെ അവളെ ഒരു ദിവസം ഒരു ന്യൂസ് കേൾക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിരവധി ടൈഗേഴ്സും സ്നേക്സും ഫീവേഴ്സും ഒക്കെ ഉള്ള ഒരു രാജ്യമാണെന്ന് കേൾക്കുകയാണ്. മാഗി റിക്വസ്റ്റ് ഗുപ്ത ആഫ്റ്റർ ലുക്കിംഗ് ടു ദ റിംഗ് ദാറ്റ് ഫ്രാങ്ക് വാസ് ഓൾ റൈറ്റ്. ഈ കാര്യങ്ങളെല്ലാം മാഗി എന്ത് ചെയ്തു? ആ മോതിരത്തിൽ നോക്കിയതിന് ശേഷം പറഞ്ഞു. ഗുപ്ത റിസീവ്ഡ് എ ലെറ്റർ ദാറ്റ് മാഗി മദർ വാസ് നോട്ട് വെൽ. അങ്ങനെ ഗുപ്ത എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു ലെറ്റർ കിട്ടുകയാണ്. അതായത് മാഗിൻ്റെ അമ്മക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്. ഗുപ്ത വാസ് എ ഷോക്ക് ടു ലേൺ ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ. അങ്ങനെ ഗുപ്ത ഒരു ദിവസം വേറെ ന്യൂസ്, ഒരു സാഡ് ന്യൂസ് കേൾക്കുകയാണ്. അതായത് ഈ മാഗിൻ്റെ ബ്രദറായ മാഗിൻ്റെ ഫ്രാങ്ക് എന്ത് ചെയ്യാണ്, ഒരു വാറിൽ എന്ത് ചെയ്യണം, മരിച്ചു എന്നൊരു സാഡ് ന്യൂസ് കേൾക്കുകയാണ്. ഗുപ്ത വാസ് വെരി സാഡ്. ഇത് കേട്ടോ ഗുപ്ത എന്തായി, വെരി സാഡായി, നല്ല സങ്കടമായി. മാഗി ഗീവ് ഹിം എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. അങ്ങനെ മാഗി എന്ത് ചെയ്യാണ്, നമ്മുടെ ഗുപ്തക്ക് കുറച്ച് ഷില്ലിംഗ് കൊടുക്കണം, കുറച്ച് ക്യാഷ് കൊടുക്കണം, കുറച്ച് ഫ്ലവേഴ്സ് മേടിക്കാൻ വേണ്ടി. ആ ഫ്ലവേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, നമ്മുടെ മാഗി ഗുപ്ത കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ് ഫ്ലവറൊക്കെ മേടിക്കാൻ വേണ്ടി. ഹി ആക്സെപ്റ്റഡ് ഇറ്റ്. അങ്ങനെ ഗുപ്ത എന്ത് ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്തു. ഇറ്റ് ഗേവ് ഹെർ ജോയ് ബിയോണ്ട് ഓൾ പ്രൈസ്. അത് എന്ത് ചെയ്തു, ആ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്തതോടുകൂടെ മാഗി എന്തായി, ഷീ ബിക്കെയിം വെരി ഹാപ്പി. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്റർ. അറ്റ്ലീസ്റ്റ് സമ്മറിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. എനിവേ, താങ്ക് യു.